VPS ലേക്ഷോർ SKN40 കേരള യാത്ര സമാപനം കോഴിക്കോട് ബീച്ചിൽ ഏപ്രിൽ 20 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക്. നമസ്കാരം, 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വഖഫ് ഭേദഗതി നിയമത്തിൽ നിർണായക ഇടപെടലുമായി സുപ്രീം കോടതി. വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ അല്ലാത്തതാക്കി മാറ്റരുതെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധികളോ ഉത്തരവുകളോ റദ്ദാക്കാൻ പാർലമെന്റിന് അധികാരമില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. കളക്ടർമാർക്ക് അന്വേഷണം നടത്താമെങ്കിലും തുടർ നടപടി പാടില്ല. വഖഫ് കൗൺസിലിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ളവർ മുസ്ലിങ്ങൾ തന്നെയാകണം. ഇടക്കാല ഉത്തരവിന്മേൽ വാദം നാളെ. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ജനസാഗരം തീർത്ത് മുസ്ലിം ലീഗ്. മുനമ്പത്തെ ജനത്തിനൊപ്പമെന്നാവർത്തിച്ച് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഈ വിഷയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നുവെന്നും വിമർശനം. മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും ഹൈക്കോടതി നോട്ടീസ്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഹാജരാക്കാൻ നിർദ്ദേശം. SFIO കുറ്റപത്രത്തിനെതിരെ CMRൽ നൽകിയ ഹർജിയിൽ വീണ വിജയൻ ആശ്വാസം. തുടർ നടപടികൾ താൽക്കാലികമായി തടഞ്ഞു. മുനമ്പം വിഷയത്തിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രതികരണത്തോടെ BJPയുടെ വ്യാജ പ്രചാരണം പൊളിഞ്ഞെന്ന് മുഖ്യമന്ത്രി. BJP ശ്രമിച്ചത് കുളം കലക്കി മീൻ പിടിക്കാൻ. വിഷയത്തിൽ ലീഗിന് ഇരട്ടത്താപ്പെന്നും വിമർശനം. കിരൺ റിജിജുവിന്റെ വരവോടെ BJP RSS നാടകം പൊളിഞ്ഞെന്ന് MV ഗോവിന്ദൻ. മുനമ്പം പ്രശ്നം പരിഹരിക്കാത്തതിൽ നിരാശ പ്രകടിപ്പിച്ച് സിറോ മലബാർ സഭ. രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്ന് സിറോ മലബാർ സഭ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ക്രിയാത്മകമായി ഇടപെടണമെന്നും ആവശ്യം. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ മുനമ്പം സമരസമിതി. ഈസ്റ്ററിന് ശേഷമാകും 15-അംഗ സംഘത്തിന്റെ കൂടിക്കാഴ്ച. കൂടിക്കാഴ്ചയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമയം നൽകി. വിവാദങ്ങളിൽ വിശ്വസ്തരെ കൈവിടാതെ മുഖ്യമന്ത്രി. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന ആക്ഷേപത്തിൽ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെ തള്ളാതെ പിണറായി വിജയൻ. ഗൂഢാലോചനയിൽ അന്വേഷണം വേണമെന്ന ആവശ്യം പരിശോധിക്കാം. MR അജിത് കുമാറിനെതിരായ DGPയുടെ ശുപാർശയെക്കുറിച്ച് അറിയില്ല എന്നും പ്രതികരണം. അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ ADGP MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ട് അംഗീകരിച്ച് മുഖ്യമന്ത്രി. ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ വൻ സാമ്പത്തിക തട്ടിപ്പ്. ക്ഷേമനിധി ബോർഡിലെ വിഹിതമായി 78 ലക്ഷം രൂപ ക്ലർക്കായ സംഗീത് തട്ടിയെടുത്തു. തട്ടിപ്പ് 2018-20 കാലഘട്ടത്തിൽ. ഉദ്യോഗസ്ഥനെതിരെ മ്യൂസിയം പോലീസിൽ പരാതി നൽകി ലോട്ടറി വകുപ്പ് ഡയറക്ടർ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ വനിതാ CPOമാരുടെ സമരത്തിൽ കൈമലർത്തി മുഖ്യമന്ത്രിയും. റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും നിയമനം നൽകാൻ കഴിയില്ല എന്ന് പിണറായി വിജയൻ. അവസാന പ്രതീക്ഷയും ഇല്ലാതായെന്ന് ഉദ്യോഗാർത്ഥികൾ. റാങ്ക് ലിസ്റ്റ് കാലാവധി തീരും വരെ സമരം തുടരും. ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ ഇടപെടാതെ ഹൈക്കോടതി. പ്രശ്നപരിഹാരത്തിന് സമിതി രൂപീകരിച്ചെന്ന സർക്കാർ നിലപാട് രേഖപ്പെടുത്തി കോടതി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ BJP ഭീഷണിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ വൻ സംഘർഷം. BJP ജില്ലാ കമ്മിറ്റി ഓഫീസ് മാർച്ചിനിടെ പോലീസിന്റെ ലാത്തി ചാർജ്. പോലീസ് സ്റ്റേഷനിലും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഭീഷണി മുദ്രാവാക്യവുമായി BJP പ്രവർത്തകർ. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട KK രാഗേഷിനെ പ്രശംസിച്ച ദിവ്യ S അയ്യരെ കടന്നാക്രമിച്ച് കോൺഗ്രസ് നേതാക്കൾ. അഭിനന്ദനം സതുദ്ദേശത്തോടെയെങ്കിലും ദിവ്യയ്ക്ക് വീഴ്ച പറ്റിയെന്ന് KS ശബരിനാഥൻ. ദിവ്യക്കെതിരായ വിമർശനം ദൗർഭാഗ്യകരമെന്ന് KK രാഗേഷ്. നന്മയുള്ളവരെക്കുറിച്ച് 4 ആളോട് പറയാൻ പ്രയാസം വേണ്ടെന്ന് ദിവ്യ S അയ്യരുടെ മറുപടി. ദിവ്യക്കെതിരായ വിമർശനം പുരുഷ മേധാവിത്വത്തിന്റെ തെളിവെന്ന് മുഖ്യമന്ത്രി. IAS തലപ്പത്തെ പോരിനിടെ അച്ചടക്ക നടപടിയിൽ വിശദീകരണം നൽകാൻ ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ ഹാജരായി N പ്രശാന്ത് IAS. നൽകിയ തെളിവുകളിൽ വ്യക്തത വരുത്താൻ കഴിഞ്ഞുവെന്നും സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ന്യായമായ പരിഹാരമെന്നും N പ്രശാന്ത്. സുപ്രീം കോടതിക്ക് പോലും ഇല്ലാത്ത അധികാരമാണ് ചീഫ് സെക്രട്ടറിക്കെന്ന് ഹിയറിംഗിന് തൊട്ടുമുമ്പ് N പ്രശാന്തിന്റെ പരിഹാസം. കൊല്ലം പൂരത്തിലെ കുടമാറ്റത്തിൽ RSS സ്ഥാപകൻ ഹെഡ്ഗേ ബാറിന്റെ ചിത്രമുയർത്തിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ നടപടി തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമപ്രകാരം. കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ദേവീക്ഷേത്രത്തിലെ ഗണഗീതാലാപനത്തിൽ പ്രാദേശിക RSS നേതാക്കളെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. PM ശ്രീ പദ്ധതിയിൽ മന്ത്രി V ശിവൻകുട്ടിയെ തള്ളി CPI മുഖപത്രം ജനയുഗം. കേന്ദ്ര സർക്കാരിന്റെ തന്ത്രങ്ങൾക്ക് വഴങ്ങരുതെന്നും വിദ്യാഭ്യാസ കാര്യത്തിൽ കേരളം പിന്നാക്കാവസ്ഥയിലല്ല എന്നും ജനയുഗം. പദ്ധതിയിൽ ചേരാത്തതിനാൽ SSA ഫണ്ട് തടഞ്ഞ കേന്ദ്ര നിലപാടിനും വിമർശനം.
ഹൈക്കോടതി അഭിഭാഷകൻ PG മനു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മൂവാറ്റുപുഴ സ്വദേശി ജോൺസൺ അറസ്റ്റിൽ. ഇയാളുടെ നിരന്തര സമ്മർദ്ദമാണ് PG മനുവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. PG മനു മാപ്പ് പറയുന്ന വീഡിയോ ചിത്രീകരിച്ചതും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതും ജോൺസൺ ആണെന്ന് പോലീസ്. 2024 നവംബർ മാസത്തിൽ പരാതി ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞ് ജോൺസന്റെ എറണാകുളത്തെ വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് വീഡിയോ ചിത്രീകരിച്ചതെന്നും പോലീസ്. കേരള പോലീസിന്റെ പേരിൽ വീണ്ടും സൈബർ തട്ടിപ്പ്. എറണാകുളം കാക്കനാട് പടമുകൾ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ സന്തോഷിൽ നിന്ന് പണം തട്ടാൻ ശ്രമം നടന്നു. ഓട്ടോ നിയമലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി 1000 രൂപ പിഴയടക്കണമെന്ന് നിർദ്ദേശിച്ച് വാട്സാപ്പിൽ മെസ്സേജ് എത്തി. ആതിരപ്പള്ളി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. ഇന്നലെ ആനയെത്തിയ അതേ സ്ഥലത്താണ് അർദ്ധരാത്രിയോടെ വീണ്ടും ആനയെത്തിയത്. ആനയുടെ ദൃശ്യങ്ങൾ 24-ന്. സംസ്ഥാനത്ത് IAS തലപ്പത്ത് അഴിച്ചുപണി. S ഹരികിഷോറിന് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറുടെ അധിക ചുമതല. ശർമിള മേരി ജോസഫ് വനിതാ ശിശു വികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാകും. ശ്രീരാം വെങ്കിട്ടരാമൻ KFC MD ചുമതലയിൽ തുടരും. ഹരിത വി കുമാർ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ. തിരുവനന്തപുരത്തെ ടൂറിസം മേഖലയായ വർക്കലയിൽ DJ പാർട്ടിക്കിടെ പോലീസിന്റെ റെയ്ഡ്. 2 സ്ഥാപനങ്ങളിൽ പോലീസിന്റെ പരിശോധന നടന്നു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ബിയർ ശേഖരം പിടികൂടി. ലഹരിക്കെതിരെ ജനങ്ങൾ ഒരുമിച്ച് പോരാടണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. എല്ലാ മതനേതാക്കളും ലഹരി വിരുദ്ധ പ്രചാരണത്തിനിറങ്ങണമെന്നും 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായരുമായുള്ള പ്രത്യേകാഭിമുഖത്തിൽ കാന്തപുരം. തിരുവനന്തപുരം കാര്യവട്ടത്ത് KSRTC ബസ് സ്കൂട്ടറിലിടിച്ച് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. മുല്ലൂർ സ്വദേശി വിനോദിനാണ് പരിക്കേറ്റത്. വിനോദിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. യന്ത്രത്തകരാറിനെ തുടർന്ന് മുംബൈ തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനത്തിന് അടിയന്തര ലാൻഡിംഗ്. വിമാനം തിരിച്ചിറക്കിയത് അരമണിക്കൂറോളം പറന്ന ശേഷം. മന്ത്രി AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ വിമാനത്തിലുണ്ടായിരുന്നു. പത്തനംതിട്ട എരുമേലിയിൽ കണ്ണമല അട്ടിവളവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞൊരു മരണം. കർണാടക സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ വാടാരപ്പള്ളിയിൽ മദ്യപാനത്തെ തുടർന്നുള്ള തർക്കത്തിനിടെ യുവാവിനെ സഹപ്രവർത്തകൻ കൊലപ്പെടുത്തി. മരിച്ചത് പത്തനംതിട്ട സ്വദേശി അനിൽകുമാർ. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി ഷാജു ചാക്കോ കസ്റ്റഡിയിൽ. കൊല്ലത്ത് പെൺസുഹൃത്തിന്റെ ബന്ധുക്കൾ യുവാവിന്റെ കൈയും കാലും തല്ലിയൊടിച്ചു. സ്വകാര്യ ബസ് കണ്ടക്ടറായ മടത്തറ സ്വദേശി റാഷിദിനാണ് മർദ്ദനമേറ്റത്. തട്ടിപ്പ് കേസിൽ ശിവസേന ഷിൻഡെ വിഭാഗം എറണാകുളം ജില്ലാ പ്രസിഡന്റ് അറസ്റ്റിൽ. എറണാകുളം സ്വദേശി സുധീർ ഗോപിയാണ് അറസ്റ്റിലായത്. തൃശൂർ പൂരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പാറമേക്കാവ് ദേവസ്വത്തിന്റെ മണികണ്ഠനാലിലെ പന്തലിന്റെ കാൽനാട്ട് ചടങ്ങ് നടന്നു. തൃശൂർ പൂരം അടുത്ത മാസം 6-ന്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികളായ 18 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം തള്ളി സുപ്രീം കോടതി. NIA-യുടെ ആവശ്യമാണ് കോടതി തള്ളിയത്. ആലപ്പുഴ അരൂക്കുറ്റിയിൽ വീട്ടമ്മയെ അയൽവാസി ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. പുളിന്താഴ നികർത്തിൽ ശരവണന്റെ ഭാര്യ വനജയാണ് മരിച്ചത്. സംഭവത്തിൽ അയൽവാസി വിജീഷ് ഒളിവിൽ. പ്രതികളിൽ ഒരാൾ കീഴടങ്ങി. VPP മുസ്തഫ കാസർഗോഡ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റിൽ. VK രാജൻ, C പ്രഭാകരൻ എന്നിവരെ ഒഴിവാക്കി. പത്മാവതി, സിജി മാത്യു എന്നിവരും സെക്രട്ടേറിയറ്റിൽ. കോഴിക്കോട് സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ എയർ പിസ്റ്റൾ ചൂണ്ടിയ സംഭവത്തിൽ വ്ലോഗർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിനെതിരെ പരാതി നൽകുമെന്ന് ബസ് ഉടമ അജിലേഷ്. മുഹമ്മദ് നിഹാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചത് ശരിയായില്ല എന്നും അജിലേഷ് 24-നോട്. തൃശൂർ കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി. RDOയ്ക്ക് ഇമെയിൽ വഴി ഭീഷണി സന്ദേശം ലഭിച്ചു. സിറ്റി പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. പാലക്കാടും RDO ഓഫീസിലും ബോംബ് ഭീഷണി. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. കോഴിക്കോട് പന്തീരാങ്കാവിൽ നിയന്ത്രണം വിട്ട കാർ ഫ്ലൈ ഓവറിന്റെ ഡിവൈഡറിൽ ഇടിച്ച അപകടം. കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കണ്ണൂർ ചാവശ്ശേരിയിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് 3 ബസ് യാത്രികർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് കർണാടകയിലേക്ക് പോവുകയായിരുന്ന ലോറി. കോഴിക്കോട് നിർമ്മാണം നടക്കുന്ന ഫ്ളാറ്റിന് മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലാളി മരിച്ചു. കർണാടക സ്വദേശി രാജു ആണ് മരിച്ചത്. കോഴിക്കോട് കഞ്ചാവ് കലർത്തിയ ചോക്ലേറ്റുമായി അതിഥി തൊഴിലാളി പിടിയിൽ. ഡൽഹി സ്വദേശി മൊനീസ് അജമാണ് പിടിയിലായത്. കൊച്ചി കാക്കനാട് ചെമ്പുമുക്കിൽ ടാങ്കറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. നെട്ടൂർ സ്വദേശി മഹേശ്വരിയാണ് മരിച്ചത്. ടാങ്കറിന്റെ പിൻഭാഗത്തെ ടയർ മഞ്ചേശ്വരിയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയെന്ന് ദൃക്സാക്ഷികൾ. തൃശൂർ ചേലക്കരയിൽ യുവാവിന് കുത്തേറ്റു. വെങ്ങാനല്ലൂർ സ്വദേശി ഷാനൂബിനാണ് പരിക്കേറ്റത്. വെങ്ങാനല്ലൂർ സ്വദേശികളായ ബിബിൻ, പ്രദീപ് എന്നിവർ കസ്റ്റഡിയിൽ.
അതിരപ്പള്ളി വാഴച്ചാൽ ഇക്കോ ടൂറിസം സെന്റർ നാളെ അടച്ചിടും. 2 ദിവസത്തിനിടെ കാട്ടാനാക്രമണത്തിൽ 3 പേർ മരിച്ചതിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളി പഞ്ചായത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് തീരുമാനം. പറവൂർ ഗോതുരത്ത് പുത്തേഴത്ത് PJ ജോൺ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. മലയാള മനോരമ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജിജോ ജോൺ പുത്തേഴത്ത് മകനാണ്. സംസ്കാരം നാളെ രാവിലെ 11-ന് ഗോതുരത്ത് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം പ്രധാന അറിയിപ്പുകൾ. മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ക്യാമ്പയിനുമായി കൊച്ചിയിൽ അഖില കേരള ചെസ് മത്സരം. അടുത്ത മാസം 1-ന് പാലാരിവട്ടം മാമംഗലം SNDP ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. അണ്ടർ 8, 11, 15 വിഭാഗങ്ങളിലായാണ് മത്സരം. എറണാകുളം കാലടി SNDP ലൈബ്രറിയിൽ അവധിക്കാല വായനോത്സവം, ബോട്ടിൽ ആർട്ട് വർക്ക്ഷോപ്പ്, സിനിമ ആസ്വാദന ക്യാമ്പ് തുടങ്ങിയ പരിപാടികളും നടത്തും. 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ അംഗത്വം. ഉത്സവകാലത്തെ തിരക്ക് കണക്കിലെടുത്ത് സ്പെഷ്യൽ ട്രെയിൻ. ബംഗളൂരുവിൽ നിന്ന് കൊല്ലം ജംഗ്ഷനിലേക്ക് നാളെ വൈകിട്ട് 3:50-ന് ട്രെയിൻ പുറപ്പെടും. വെള്ളിയാഴ്ച രാവിലെ 10:45-നാണ് കൊല്ലത്ത് നിന്ന് ബംഗളൂരുവിലേക്കുള്ള സർവീസ്. കുഫോസ് PG PhD പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി നീട്ടി. മെയ് 5 വരെ അപേക്ഷ നൽകാം. മൊബൈൽ അഡിക്ഷനെതിരെ കൊച്ചിയിൽ ക്യാമ്പ്. മൾട്ടി ഡിസിപ്ലിനറി കേന്ദ്രം സംഘടിപ്പിക്കുന്ന സൗജന്യ ക്യാമ്പിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും പങ്കെടുക്കാം. ഈ മാസം 21 മുതൽ മെയ് 21 വരെയാണ് ക്യാമ്പ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പ്രാഥമിക പരീക്ഷ ജൂൺ 14-ന്. പരീക്ഷയ്ക്കുള്ള കൺഫർമേഷൻ ഈ മാസം 30 വരെ നൽകാം. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം. തിരുവനന്തപുരം, കൊല്ലം, ആലുവ, പാലക്കാട്, പൊന്നാനി, കോഴിക്കോട്, കല്യാശ്ശേരി കേന്ദ്രങ്ങളിൽ ജൂൺ 2-ന് ക്ലാസ് തുടങ്ങും. നോക്കാമിനി ദേശീയ വാർത്തകൾ. മുംബൈ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി തഹാവൂർ റാണ. ആക്രമണത്തിൽ ആസൂത്രണത്തിന് മേൽനോട്ടം വഹിച്ചത് ISI എന്ന റാണ. ഉന്നതതല യോഗത്തിൽ ലഷ്കർ-ഇ-തൊയ്ബ ISI പ്രതിനിധികൾ പങ്കെടുത്തെന്നും വെളിപ്പെടുത്തൽ. ഡൽഹിയിലെ നാഷണൽ ഡിഫൻസ് കോളേജ് ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിരുന്നതായും റാണ NIA-യോട്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പശ്ചിമബംഗാളിലുണ്ടായ സംഘർഷത്തിൽ 4 പേർ കൂടി അറസ്റ്റിൽ. അറസ്റ്റിലായ ഭൂരിഭാഗം പേരും ISF പ്രവർത്തകർ. മുർഷിദാബാദിൽ ഇതുവരെ അറസ്റ്റിലായത് 280-ലധികം ആളുകൾ. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധങ്ങളുണ്ടായ പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് സന്ദർശിക്കാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കമ്മീഷൻ അംഗം പ്രിയങ്ക് കനുങ്കോ. കർണാടക ഹുബ്ബള്ളിയിൽ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതി പോലീസ് വെടിവെപ്പിൽ മരിച്ച സംഭവത്തിൽ കേസ് CID ഏറ്റെടുത്തു. നടപടി വ്യാജ ഏറ്റുമുട്ടൽ എന്ന ആരോപണത്തിന് പിന്നാലെ. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി കമൽഹാസൻ. സന്ദർശനം ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ വിജയിച്ചതിൽ അഭിനന്ദിക്കാനെന്ന് കമൽഹാസൻ. DMK-യുടെ പിന്തുണയോടെ ജൂലൈയിൽ രാജ്യസഭയിലെത്താനിരിക്കെയാണ് സന്ദർശനം. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ ലക്ഷ്മിഭായ് കോളേജിലെ ക്ലാസ് മുറിയിൽ പ്രിൻസിപ്പൽ ചാണകം തേച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥി യൂണിയൻ. യൂണിയൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിന്റെ മുറിയുടെ ചുമരിൽ ചാണകം തേച്ചു. ഡൽഹി ഗുഡ്ഗാവിലെ മേതാന്ത ആശുപത്രിയിൽ യുവതി പീഡനത്തിന് ഇരയായെന്ന് പരാതി. ആശുപത്രി ജീവനക്കാരൻ പീഡിപ്പിച്ചുവെന്ന വിമാന കമ്പനി ജീവനക്കാരുടെ പരാതിയിൽ കേസെടുത്ത് പോലീസ്. ഛത്തീസ്ഗഡിൽ സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ. 2 മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചു. ഏറ്റുമുട്ടലുണ്ടായത് കൊണ്ടഗാവ് നാരായൺപൂർ അതിർത്തിയിൽ. രാജ്യാന്തര വാർത്തകൾ. അമേരിക്കയിൽ നിന്ന് സ്വയം ഒഴിഞ്ഞുപോകുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് പണവും വിമാന ടിക്കറ്റും വാഗ്ദാനം ചെയ്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇവർക്ക് പിന്നീട് നിയമപരമായി തിരികെ പ്രവേശിക്കാനുള്ള അവസരമൊരുക്കും. 27 US എംബസികളും കോൺസുലേറ്റുകളും അടച്ചുപൂട്ടാനൊരുങ്ങി ട്രംപ്. ട്രംപിന്റെ ഭീഷണികൾക്കിടയിൽ ഇന്ത്യൻ പൗരന്മാർക്ക് 85,000 വിസകൾ നൽകി ചൈന. കൂടുതൽ ഇന്ത്യൻ സുഹൃത്തുക്കളെ ചൈന സന്ദർശിക്കാൻ സ്വാഗതം ചെയ്യുന്നുവെന്ന് ചൈനീസ് അംബാസിഡർ സു ഷെങ്ങോങ് എക്സിൽ കുറിച്ചു. അഫ്ഗാനിസ്ഥാനിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.9 തീവ്രത രേഖപ്പെടുത്തി. പ്രഭവ കേന്ദ്രം ഹിന്ദുകുഷ് മേഖല. ഡൽഹി, ജമ്മു കശ്മീർ, പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിലും ഭൂചലനം. ഇറാൻ ആണവ സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണമെന്ന് US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്. അമേരിക്കയുമായി ധാരണയിലെത്താൻ ഇത് അനിവാര്യമാണെന്നും പ്രതികരണം. ഹാർവാർഡ് സർവകലാശാലയ്ക്കെതിരെ വീണ്ടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സർവകലാശാലയുടെ നികുതിയില്ലാ ആനുകൂല്യങ്ങൾ റദ്ദാക്കുമെന്ന് ഭീഷണി. $2 ബില്യൺ ഫണ്ട് മരവിപ്പിച്ചതിന് പിന്നാലെയാണ് പുതിയ ഭീഷണി.
ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങാത്ത ഹാർവാർഡ് സർവകലാശാലയെ അഭിനന്ദിച്ച് മുൻ US പ്രസിഡന്റ് ബറാക് ഒബാമ. സർവകലാശാലകൾക്ക് ഹാർവാർഡ് മാതൃകയെന്നും ഒബാമയുടെ എക്സ് പോസ്റ്റ്. US ചൈന തീരുവ യുദ്ധം കടുക്കുന്നു. അമേരിക്കൻ കമ്പനിയായ ബോയിങ്ങിൽ നിന്ന് ഓർഡർ ചെയ്ത വിമാനങ്ങൾ സ്വീകരിക്കരുതെന്ന് ചൈനീസ് എയർലൈൻ കമ്പനികൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. US കമ്പനികളിൽ നിന്ന് വിമാനവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ വാങ്ങുന്നതും വിലക്കി. കൊടും കുറ്റവാളിയെന്ന് കരുതി കിൽമാർ അബെഗോയെ ട്രംപ് ഭരണകൂടം എൽ സാൽവദോറിലേക്ക് നാടുകടത്തിയ സംഭവത്തിൽ തെളിവ് ഹാജരാക്കാൻ 2 ആഴ്ചത്തെ സമയം നൽകി US കോടതി. നാടുകടത്തിയതിന് പിന്നാലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി എൽ സാൽവദോർ പ്രസിഡന്റ് നായിബ് ബുർക്കി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഗസയിലെ തുഫയിലുണ്ടായ ആക്രമണത്തിൽ 6 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക്. ജനസംഖ്യാ ഇടിവ് പരിഹരിക്കാൻ പ്രവൃത്തി ദിവസം വെട്ടിക്കുറച്ച് ജപ്പാൻ. ടോക്കിയോയിലെ സർക്കാർ ജീവനക്കാർ ഇനി ആഴ്ചയിൽ 4 ദിവസം മാത്രം ജോലി ചെയ്താൽ മതി. ജോലിഭാരം കാരണം കുഞ്ഞുങ്ങൾ വേണ്ട എന്ന തീരുമാനമെടുക്കുന്ന ദമ്പതികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഉത്തരവ്. നോക്കാം ബിസിനസ് വാർത്തകൾ. സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. പവന് 760 രൂപ കൂടി 70,520 രൂപയായി. ഗ്രാമിന് 95 രൂപ വർദ്ധിച്ച് 8,815 രൂപ. ചരിത്ര നേട്ടവുമായി പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡ്. 2024-25 വർഷത്തെ ലാഭം 8.10 കോടി. വിറ്റുവരവ് 74.80 കോടി രൂപ. KSIയുടെ കീഴിലുള്ള കേരള സോപ്സ് നിർമ്മിക്കുന്ന കേരള സാൻഡൽ സോപ്പ് വിദേശത്തേക്ക്. UAE, സൗദി അറേബ്യ, ഇറാഖ് എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതി. ആദ്യ റീചാർജിന് വമ്പൻ ഓഫറുമായി കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡായ കെ-ഫോൺ. ആദ്യ ടൈം റീചാർജിനൊപ്പം അഡീഷണൽ വാലിഡിറ്റിയും ബോണസ് വാലിഡിറ്റിയും ലഭിക്കും. പ്രവർത്തന ലാഭം ഇരട്ടിയാക്കി പൊതുമേഖലാ സ്ഥാപനമായ കേരള സിഡ്കോ. വിറ്റുവരവ് 9 വർഷത്തെ ഏറ്റവും ഉയർന്ന തുകയായ 238 കോടിയിൽ എത്തി. വായ്പാ നിരക്കിൽ 0.25% കുറവ് വരുത്തി SBI. റിസർവ് ബാങ്ക് റിപ്പോ നിരക്കുകൾ 0.5% കുറച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് SBIയുടെയും നിരക്കുകൾ താഴ്ത്തിയത്. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി കായിക വാർത്തകൾ. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബയേൺ മ്യൂണിക്കിനും ഇന്ന് നിർണായകം. ഇന്റർ മിലാനോട് ആദ്യ പാദത്തിൽ 2-1 തോറ്റ ബയേണിന് തകർപ്പൻ തിരിച്ചുവരവ് അനിവാര്യം. ലിവർപൂൾ താരം അലക്സിസ് മാക് അലിസ്റ്ററെ റാഞ്ചാൻ റയൽ മാഡ്രിഡ്. പണത്തിനൊപ്പം ആദ്ര ഗുളറെ നൽകി ഡീലിന് ശ്രമം. 2028 ഒളിമ്പിക്സിലെ ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് തെക്കൻ കാലിഫോർണിയയിലെ പെമോന വേദിയാകും. 128 വർഷങ്ങൾക്ക് ശേഷം ഒളിമ്പിക്സിൽ മത്സര ഇനമാകുന്ന ക്രിക്കറ്റിൽ ആകെ 6 ടീമുകളാണ് മാറ്റുരയ്ക്കുക. സാംസ്കാരിക സിനിമാ വാർത്തകൾ. നിവിൻ പോളിയെ നായകനാക്കി താമർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിന് ഡോൾബി ദിനേശൻ എന്ന് പേരിട്ടു. നിവിൻ പോളി അവതരിപ്പിക്കുന്നത് ദിനേശൻ എന്ന ഓട്ടോ ഡ്രൈവറുടെ വേഷം. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ശിവകാർത്തികേയനെ നായകനാക്കി AR മുരുകദോസ് സംവിധാനം ചെയ്യുന്ന മദ്രാസി സെപ്റ്റംബർ 5 തിയേറ്ററുകളിലേക്ക്. ബിജു മേനോനും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. സൂര്യയെ നായകനാക്കി കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്യുന്ന റെട്രോയിലെ പുതിയ ഗാനം ദ വൺ റിലീസായി. പൂജ ഹെഗ്ഡെ നായികയായി എത്തുന്ന റെട്രോയിൽ ജോജു ജോർജ്, ജയറാം എന്നിവരും പ്രധാന വേഷങ്ങളിൽ. സംഗീത സംവിധാനം സന്തോഷ് നാരായണൻ. സക്കീർ അലി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന എ ഡ്രമാറ്റിക് ഡെത്ത് എന്ന ചിത്രത്തിലെ വീഡിയോ ഗാനം പുറത്ത്. സുരേഷ് പാറപ്രം എഴുതിയ വരികൾക്ക് അജയ് ജോസഫാണ് സംഗീതം പകർന്നത്. നോക്കാം ഇനി ഫാക്ട് ചെക്ക്. ചൈനയിലെ വമ്പൻ പാലം ഇന്ത്യയിലേതെന്ന രീതിയിൽ വ്യാജ പ്രചാരണം. 2 വർഷം മുമ്പ് ചൈന നിർമ്മിച്ച 6 വരി പാലത്തിന്റെ ചിത്രമാണ് ഇന്ത്യയിൽ നിർമ്മിച്ച പാലം എന്ന രീതിയിൽ തെറ്റായി പ്രചരിപ്പിക്കുന്നത്. നാളെ അറിയാം. കോഴിക്കോട് വടകര കുനിങ്ങാട് പുറമേരി വേറ്റുമ്മൽ റോഡ് ടാറിംഗ് നടക്കുന്നതിനാൽ ഗതാഗതം നിരോധിച്ചു. പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ വാഹനങ്ങൾ കടത്തിവിടില്ല. എടക്കാട് കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ 237 നമ്പർ ലെവൽ ക്രോസ് നാളെ രാവിലെ 9 മുതൽ വൈകിട്ട് 6 മണി വരെ അടച്ചിടും. വാഹനങ്ങൾ NH ബീച്ച് ഗേറ്റ് വഴി പോകണം. കോഴിക്കോട് ബീച്ച് പരിധിയിൽ സൗത്ത് ബീച്ച്, ഗുജറാത്തി സ്ട്രീറ്റ്, MK റോഡ് എന്നിവിടങ്ങളിൽ നാളെ വൈദ്യുതി മുടങ്ങും. നിയന്ത്രണം രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 മണി വരെ. പാലക്കാട് ജില്ലാ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് അസോസിയേഷന്റെ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് നാളെ രാവിലെ 10-ന് മൂത്താന്തര
കർണകി MN സ്കൂൾ മൈതാനത്താണ് വേദി. നാളെ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചൂട് വർദ്ധിക്കും. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഗുജറാത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട, 150 ഗ്രാം കൊക്കൈൻ പിടിച്ചെടുത്തു. പഞ്ചാബിലെ തുണിമിൽ ഫാക്ടറിയിൽ തീപിടുത്തം, ആളപായമില്ല. തീപിടുത്തത്തിന്റെ കാരണം അവ്യക്തം. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.